ടിപ്പുവിൻ്റെ കോട്ട കാണാൻ ഭീമാന്റെ ബേക്കൽക്കോട്ട ഒരു ടിപ്പുവിന്റെ കോട്ടയ്ക്ക് വന്നാണ് ഗൈസ്. ഞങ്ങൾ വളരെ സാഹസികമായി ഇവിടം വരെ എത്തി. സാഹസികം എന്നൊക്കെ പറഞ്ഞാൽ ഇത്താണ് നമ്മുടെ ടിപ്പുവിൻ്റെ പാലസ് കാണാൻ വേണ്ടി നമ്മൾ മെട്രോയ്ക്കോ ക്യാബ് ഒന്നും ബുക്ക് ചെയ്യാണ്ട് നമ്മൾ ബസ്സിനാണ് പോയത്. കുറേ കാലം കൂടി കുറേ ദൂരെ ബസ്സിനൊക്കെ പോയി. പക്ഷേ അതൊരൊന്നൊന്നര യാത്രയായിരുന്നു. ഈ ബാംഗ്ലൂരിലെ ട്രാഫിക്കിനിടയ്ക്ക് ഇവിടുന്ന് അങ്ങ് വരെ എത്താനുള്ള കഷ്ടപ്പാട് എൻ്റെ പൊന്നേ വല്ലാത്ത ട്രിപ്പായി. ടിപ്പുവിൻ്റെ കോട്ടയിൽ വന്നപ്പോൾ എക്സൈറ്റഡ് ആണ് വളരെയധികം. അങ്ങനെ ഫുൾ എക്സൈറ്റ്മെൻറ്റും ഹൈ എക്സ്പെക്റ്റേഷൻസും ആയിട്ട് നമ്മളുമെല്ലാം ടിപ്പുവിൻ്റെ കോട്ട കാണാൻ വേണ്ടി പോയി. ടിപ്പുവിൻ്റെ കോട്ടയിലെത്തി. എൻ്റെ പൊന്നെ ഇതിൻ്റെ അകത്തൊന്ന് കയറിപ്പെടാൻ എന്തൊക്കെ പരിപാടികൾ ചെയ്താല. ഒന്നാമതേ നമ്മൾ ടിക്കറ്റ് എടുക്കണം, അത് കഴിഞ്ഞ് ഇവന്മാർ നമ്മളൊന്ന് കയറ്റി വിടണമെങ്കിലോ. അറ്റ് ലാസ്റ്റ് എങ്ങനെയായാലും നമ്മൾ അകത്ത് കയറി. പിന്നെ പണ്ടേ ഈ ഹിസ്റ്ററിക്കൽ ഐറ്റങ്ങളൊക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് ഐറ്റം ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇഷ്ടമായി. പക്ഷെ എന്നാലും എവിടെയോ എന്തോ ഒരു തകരാറ്. പുറത്തുനിന്ന് കാണുന്ന പോലെ എല്ലാം തോന്നും അകത്തുനിന്ന്. ഒരു കോട്ടയിലൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് ക്ലാസിക്കൽ വൈബാവാന്ന് വിചാരിച്ച് ഒരു എത്നിക് ഡ്രസ്സൊക്കെ ഇട്ട് കാര്യമായിട്ടൊക്കെയാണ് പോയത്. എന്തായാലും കോട്ടയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. കാരണം ഇതാണ് പുറത്തുനിന്നുള്ള ലുക്ക്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ 2 നിലകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫോട്ടോ അലൗഡേ അല്ല, സോ അവിടെ നിന്നുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ മണ്ടേ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. നന്നായി ഗൈസ്. ഒരു ദേവസേന അങ്ങനെയുള്ള ദേവസേനന്മാരെയൊക്കെ പറക്കി കെട്ടിക്കൊണ്ട് കുറച്ച് ക്യൂട്ട്നെസ് ആവാമെന്ന് വിചാരിച്ചു. അത് മുഖ്യമാണല്ലോ. ഗൈസ്, ടിപ്പു സുൽത്താൻ പാലസ് എങ്ങനെയുണ്ടായിരുന്നു? ഈ മാപ്പിള സ്ഥലമോ? സൂപ്പർ സ്ഥലം, വളരെ നല്ല സ്ഥലം. ബാംഗ്ലൂർ വന്ന എന്തായാലും ഒരു ഗന്ധമൊക്കെ ഉണ്ട് ഇവിടെ. തൊട്ട സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ എല്ലാം ഇഷ്ടമുള്ളവർക്ക് പോരാ. അതിനുള്ള സാധനം എല്ലാം ഇവിടെ ഉണ്ട്. ഇനി മണ്ടേ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്തു. തിരിച്ചല്ല, താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതാണ് വ്യൂ. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഏറെക്കുറെ എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സൈഡ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതിനാകെ മൊത്തത്തിൽ 2 നിലകളേ ഉള്ളൂ. അപ്പം അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു റൂമുകളും കുഞ്ഞു കുഞ്ഞു സെറ്റപ്പൊക്കെയാണ്. പിന്നെ പണ്ടത്തെ പുരാതനമായ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. എല്ലാം ഓരോ ചോട്ട ഐറ്റങ്ങളൊക്കെയാണ്. കുറേ തൂണും സ്റ്റെപ്പും എന്താണ്ടൊക്കെയോ ഉണ്ട്. പിന്നെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അതിൻ്റെ പുറത്ത് തന്നെ കുറച്ച് മാങ്ങയൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ച് നേരെ മെട്രോ പിടിച്ചു. ഇനി മെട്രോ പിടിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്താൻ. കാരണം ഇങ്ങോട്ടുള്ള ബസ് യാത്ര തന്നെ വല്ലാത്തതായിരുന്നു. അതുകൊണ്ട് ഇനി ബസ് വേണ്ടേ വേണ്ട. സോ അതുകൊണ്ട് നമ്മൾ മെല്ലെ മെട്രോയ്ക്ക് പോയി. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മൾ ആചാര്യന്ന് കാണാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. സോ ഇനി ഇവിടെ വെയിറ്റ് ചെയ്ത് അവരെ പിക്ക് ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകാൻ. ഉണ്ണിയുടെ കോടീശ്വരായ ബാഗ്. എത്ര ഉണ്ണി ഇതിന് പൈസ? എത്രയാണോ? 6 ഫ്രീ അല്ല. എന്തിനാ ഫ്രീ കിട്ടിയെന്ന് പറ. എന്തൊരു ക്വാളിറ്റി ഉണ്ടോ നോക്കട്ടെ. അതെ, നമ്മൾ എങ്ങനെ ഇത് ക്വാളിറ്റിനെ കണ്ടുപിടിക്കാം? എന്നിട്ട് വേണം ബാഗിന് വാല്യൂ എത്രത്തോളം ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ. എവിടെ തുറന്നാലോ ഉണ്ണേട്ടന്റെ അല്ലേ? ഇനി ഇവരിൽ ഇരട്ട വ്യക്തി ഇവരെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങി. ഇനി നമ്മൾ നേരെ ലുലു പോവാണ്. അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കണം. ഇന്ന് ഫുഡ് കോർട്ടിൽ കയറി എക്സ്പ്ലോറിംഗ് ആണ്. വെറൈറ്റി ഓഫ് ഐറ്റംസ്. ബാക്ക് ശരണ്യ ഓൺ ഫയർ. ഞങ്ങൾ ലുലുവിൻ്റെ തന്നെ ഓട്ടോയിൽ പോകാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ നമ്മൾ അവരെയൊക്കെ പിക്ക് ചെയ്ത് നമ്മുടെ ആസ്ഥാന സ്ഥലമായ ലുലുവിലെത്തി. അല്ലെങ്കിലും മലയാളികൾ എന്നും ലുലുവിൽ തന്നെയാണല്ലോ. അതിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ഇത്തവണ ഒടുക്കത്തെ മഴയുടെ ഒരു ക്ലൈമറ്റൊക്കെയാണ്. സോ നമ്മൾ മെല്ലെ അകത്തേറി നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന വിചാരിച്ചു.
വേറെ എന്തൊക്കെ കടകളുണ്ടെന്ന് പറഞ്ഞാലും ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കലാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. നമ്മൾ ഫുഡിങ്ങിലാണ് മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. അല്ലാണ്ട് വേറെ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് വലിയ യൂസ് ഉണ്ട്. ഞങ്ങൾ ഫുഡ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഫുഡ് കോർട്ടിലോട്ട്. തിരഞ്ഞെടുക്കുന്ന ഇച്ചിരി ഭക്ഷണം ഇത് അങ്ങനെ ആകെ ഇപ്പാട് കിട്ടിയ വ്യത്യാസമാണ്. ഞങ്ങൾ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷവർമ റോള് കിട്ടാത്ത ടെൻഷനിലാണ് വാങ്ങിച്ചത്. മടുത്ത് ചോദിച്ചിട്ട് അവർ തരുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. പെണ്ണുങ്ങൾ വന്ന് നോക്കുമ്പോൾ ചോദിക്കണം അവർക്ക് അറിയത്തില്ല, അതുപോലും ഇല്ല. എന്താണ് ഇവിടുത്തെ ഓർഡർ? ഫുഡിന് വേണ്ടി മാത്രം എന്താ ജീവിതം ഫുള്ള് ആവശ്യം. ഷവർമ ചേട്ടൻ അങ്ങനെ നീണ്ട കാത്തിരിവിന് ശേഷം അവൾ അവളുടെ ഒരു 2 ഷവർമ റോളുമായി അല്ലെ ഞാനുണ്ടല്ലോ ഇവിടെ കത്തിച്ചേരെ. സുഭദ്രമായി വെച്ചു. അങ്ങനെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി കഴിഞ്ഞ് നമ്മൾ നേരെ ബില്ലിംഗ് സെക്ഷനിലെത്തി. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കോർട്ടിലോട്ട്. അവിടുത്തെ പിന്നെ വാങ്ങിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് അകത്താക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പിന്നെ വിശപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ ഫുഡ് കോർട്ടിലാണെങ്കിൽ ഒട്ടിക്കത്തെ തിരക്ക്. അതും പോരാണ്ട് ഒരു വാഷ്റൂമിൽ പോയപ്പോൾ അവിടെയും തിരക്ക്. പിന്നെ കുറച്ച് മിറർ സെൽഫി ക്യൂട്ട്നെസ് അത് മുഖ്യമാണല്ലോ. അത് കഴിഞ്ഞ് മെല്ലെ അവിടെ നിന്ന് പുറത്തിറങ്ങി. പുറത്താണെങ്കിൽ കുറച്ച് പിള്ളേരുടെ കുറച്ച് കുറുമ്പ് പരിപാടികളൊക്കെ. പിന്നെ ഈ ഐസ്ക്രീമിലൊക്കെ വീഴ്ത്താൻ വേണ്ടിയുള്ള ഇവരുടെ ടാറ്റിക്സ് ആണല്ലോ ഇതൊക്കെ നമ്മളത്ര കണ്ടിരിക്കുന്നു. എനിക്ക് ഈ ലുലു മാളിൽ ഈ ലൈറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാം, ഇവിടെ ഒരു ഭയങ്കര വ്യത്യസ്തതയുണ്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചപ്പോൾ ഒടുക്കത്തെ മഴ. അതുകൊണ്ടാണ് ഈ ക്യൂട്ട്നെസ്. അങ്ങനെ എന്തായാലും നമ്മൾ മെല്ലെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. കാരണം ലേറ്റ് ആവുന്നതിന് മുമ്പ് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിൽ എത്തണമല്ലോ. സോ അതുകൊണ്ട് മെല്ലെ അവിടെ നിന്ന് അടുത്ത മെട്രോ പിടിച്ച് നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് കയറാനായി. ഇനിയിപ്പം 6 മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറിയില്ല എന്ന് പറഞ്ഞ് വാർഡൻ്റെ ചീത്ത വെറുതെ കേൾക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇന്നത്തെ ടിപ്പു സുൽത്താനിലോട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോയി. അപ്പം സെറ്റ്.